എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. 7.5 വയസ്സുകാരനെ മർദ്ദിച്ചത് ഇളയ കുട്ടിയെ മൂത്രമൊഴിപ്പിക്കാത്തതിനെന്ന് പോലീസ്. പ്രതി കൊലപാതക കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. കുട്ടിയുടെ നില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ. രാഹുൽ വയനാട്ടിൽ വരുന്നത് തടയാൻ ചില രാഷ്ട്രീയ പാർട്ടികൾ ദില്ലിയിൽ നാടകം കളിക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അവരുടെ അന്തർനാടകങ്ങൾ പിന്നീട് വെളിപ്പെടുത്തും. രാഹുൽ വയനാട്ടിൽ മത്സരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് ഡി രാജ. കേരളത്തിലേക്ക് പോകരുതെന്ന് പവാർ പറഞ്ഞുവെന്ന് തോമസ് ചാണ്ടി. ബീഹാറിൽ മഹാസഖ്യ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. തേജസ്വി യാദവിനെതിരെ മൂത്ത സഹോദരൻ തേജ് പ്രതാപ്. സരണിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് തേജ് പ്രതാപ്. ഹാർദിക് പട്ടേലിനെതിരായ ശിക്ഷ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീറും പത്രിക നൽകി. വീണ ജോർജും കുമ്മനം രാജശേഖരനും തോമസ് ചാഴിക്കാടനും പത്രിക നൽകിയവരിൽ പ്രമുഖർ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. സൂര്യാതപ സാധ്യത ഉള്ളതിനാൽ ജാഗ്രതാ മുന്നറിയിപ്പ് തുടരും. പാലക്കാടും പുനലൂരും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ. ദക്ഷിണേന്ത്യയിൽ നിന്ന് താൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയരാൻ കാരണം നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി. അമർ ഉജാല ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും BJP ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചുവെന്നും രാഹുൽ വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് അവരുടെ ഭാഷയും സംസ്കാരവും ഭീഷണി നേരിടുന്നുവെന്ന തോന്നലിലാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് താൻ മത്സരിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന്. ബാലഗോപാൽ, വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഇനിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ഒരുപക്ഷെ വയനാട്ടിൽ മത്സരിച്ചേക്കാം എന്ന് തന്നെയാണോ? തീർച്ചയായും അഭിലാഷ്, അങ്ങനെ നമുക്കൊരു നിഗമനത്തിൽ, അതായത് വയനാടാണോ ബിദാറാണോ, കർണാടകത്തിലെ ബിദാർ, മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക ബോർഡറിലുള്ള ബിദാർ മണ്ഡലം, ഈ 2 മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഈ അമർ ഉജാലയ്ക്ക് അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് നൽകിയ ഈ അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇത് നേരത്തെ കോൺഗ്രസിന്റെ വക്താക്കൾ മറ്റും രൺദീപ് സിംഗ് സുർജേവാലയും മറ്റും പറഞ്ഞിരുന്നത് ഈ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു ആവശ്യം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഒരു പടി കൂടി കടന്ന് ഈ മത്സരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ സൂചന വരികൾക്കിടയിൽ രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ നരേന്ദ്രമോദി കാരണമാണ് താൻ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. താൻ ഏതായാലും അമേഠിയിൽ മത്സരിക്കുന്നതായിരിക്കും, അമേഠിയിൽ ഇത് ജനപ്രതിനിധിയായി തുടരുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ദക്ഷിണേന്ത്യയെ മോദി സർക്കാരിന്റെ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വിടവ് വർദ്ധിക്കുകയും ഈ രണ്ടായി തന്നെ കാണുന്ന രീതിയിൽ ഉണ്ടാകുകയും സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിന് പുറമെ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഈ ധ്രുവീകരണത്തിന് BJP ശ്രമിച്ചിരുന്നു എന്ന പദപ്രയോഗവും രാഹുൽ ഗാന്ധി ഇതിൽ നൽകുന്നുണ്ട്. ഇതിൽ കേരളത്തിന്റെ പേര് അദ്ദേഹം പരാമർശിച്ചത് കർണാടകത്തിന്റെ പേര് പരാമർശിക്കാതിരിക്കുകയും കേരളത്തിന്റെ പേര് പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്തുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വൈകുന്നു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ 31-ാം തീയതി രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യൻ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം കർണാടകത്തിലെ 2 പ്രധാനപ്പെട്ട റാലികളിൽ അന്ന് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 സാധ്യതകളെ സംബന്ധിച്ചാണ്. ഒന്ന് വയനാട്, അതുപോലെ തന്നെ ഈ ഉത്തര കർണാടകത്തിലുള്ള ബിദാർ ലോക്സഭാ മണ്ഡലം. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധനകൾ നടത്തുന്നത്. ഈ 2 മണ്ഡലങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ബിഡാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലിംഗായത്ത സമുദായം, അതായത് യെദ്യൂരപ്പയ്ക്ക് ഒപ്പമാണ് ലിംഗായത്തുകളെങ്കിലും ഈ ഉത്തര കർണാടകത്തിലെ ലിംഗായത്ത സമുദായത്തിലെ ഒരു പ്രബല വിഭാഗം BJPയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ ബിദാർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ടാണ് ബിദാറും വയനാടിനോടൊപ്പം തന്നെ പരിഗണനാ പട്ടികയിൽ ഉള്ളത്. പക്ഷേ ഏറ്റവും സുരക്ഷിത സീറ്റായി കോൺഗ്രസ് വിലയിരുത്തുന്നത് ഈ വയനാട് തന്നെയാണ്.
പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ദേശീയ തലത്തിൽ UPA പല ഘടകകക്ഷികളും ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതായത് NCP, അതുപോലെ തന്നെ ശരത് പവാർ, ശരത് യാദവ്. ഇന്ന് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് DMK നേതാവ് MK സ്റ്റാലിനും ഈ ഇടതുപക്ഷത്തിനെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ഒരു നിലപാട് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഏറ്റവും സുരക്ഷിത സീറ്റ് എന്നുള്ള നിലയിൽ വയനാടിന് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് ഹൈക്കമാൻഡ് മുൻതൂക്കം നൽകുന്നതെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റൊരു തീയതി കൂടി ഡൽഹിയിൽ പ്രചരിക്കുന്നുണ്ട്. കാരണം രാഹുൽ ഈ ഏപ്രിൽ 4-നാണ് ഈ വയനാട്ടിലെയും അതുപോലെ തന്നെ ബീദാറിലെയും ഈ നോമിനേഷൻ നൽകുന്നത്, നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന തീയതി. പ്രഖ്യാപനം നേരത്തെ ഉണ്ടാകുകയാണെങ്കിൽ സ്വാഭാവികമായും ശക്തരായ സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലത്തിൽ ഇറക്കുവാൻ വേണ്ടി BJPയുടെ ഭാഗത്ത് നിന്ന് ശ്രമം ഉണ്ടായേക്കും. അതിൽ നിർമ്മല സീതാരാമന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുവാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം വൈകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ബാലഗോപാൽ, അമർ ഉജാലയോട് രാഹുൽ ഗാന്ധി പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, ദക്ഷിണേന്ത്യയിൽ BJP വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു, അതാണ് താൻ മത്സരിക്കണം എന്ന ആവശ്യത്തിൻ്റെ ന്യായം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നരേന്ദ്രമോദിയാണ് താൻ മത്സരിക്കുന്നുണ്ട് എങ്കിൽ അതിനൊരു കാരണം എന്ന് പറയുന്നത്. പക്ഷേ വയനാടിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും എങ്ങനെ ബാധകമാകും എന്നൊരു പ്രശ്നം കൂടി വരുമല്ലോ. ഒന്ന്, അവിടെ BJPക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തി കുറഞ്ഞ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, BDJS ആണ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരു BJP സ്ഥാനാർത്ഥിയുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഈ പറയുന്ന BJP ധ്രുവീകരണം ഉണ്ടാക്കുന്നു, നരേന്ദ്രമോദി തുടങ്ങിയ കാരണങ്ങൾ പറയുകയും ചെയ്യും. ഇത് പൊരുത്തപ്പെടാത്തൊരു അവസ്ഥയില്ലേ? ഈ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിനുള്ള ഒരു കാരണം രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലും മറ്റും ഏറ്റവും ഇപ്പോൾ വരുംകാല ദിവസങ്ങളിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേഠിയിൽ ശക്തമായ മത്സരമാണ് രാഹുൽ ഗാന്ധി നേരിടുന്നത്. പ്രത്യേകിച്ച് BSP കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ BSP-SP സഖ്യമുണ്ടെങ്കിൽ കൂടിയും BSPക്ക് BJPയോട് ഒരു മൃദു സമീപനമുണ്ട് എന്ന ഒരു പൊതു ആശങ്ക ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ മീററ്റിൽ നടന്ന റാലിയിൽ പോലും ഈ അഖിലേഷ് യാദവിനെ ശക്തമായി വിമർശിച്ച നരേന്ദ്രമോദി എന്നാൽ മായാവതിക്ക് നേരെ മൃദു വിമർശനമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ മായാവതി ചരിത്രം ഓർക്കണമെന്നും തന്നെ ജയിലിൽ അടച്ചവർക്ക് പിന്നാലെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഒക്കെയായിരുന്നു ഈ മോദിയുടെ പ്രസംഗത്തിലും ഉണ്ടായിരുന്നത്. അതായത് ഒരു BSP-BJP തമ്മിലുള്ള ഒരു പരോക്ഷമായ, പ്രത്യക്ഷത്തിലല്ല പരോക്ഷമായ ഒരു ബന്ധം കോൺഗ്രസ് ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തമായ, അതായത് അമേഠിയിൽ അടങ്ങുന്ന മണ്ഡലത്തിൽ BSPക്ക് താരതമ്യേന നല്ല ശക്തിയുണ്ട്. ആ വോട്ടുകൾ BJPയിലേക്ക് മറിയുമെന്ന ആശങ്കയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു സേഫ് സീറ്റ് എന്നുള്ള നിലയിൽ ദക്ഷിണേന്ത്യയിലേക്ക് അവർ നോക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സേഫായ, അതായത് കോൺഗ്രസിന് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫായ മണ്ഡലമാണ് വയനാട്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ 54% ന്യൂനപക്ഷ വോട്ടുള്ള മണ്ഡലം, കോൺഗ്രസിന് തന്നെ പരമ്പരാഗതമായി ശക്തിയുള്ള മണ്ഡലം. ഇതൊക്കെയാണ് അവിടെ അനുകൂലമായ ഘടകം. രണ്ടാമതായി നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന മണ്ഡലമാണ് ബീദാർ. ബീദാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ ലിംഗായത സമൂഹയുടെ ഒരു സ്പ്ലിൻഡർ ഗ്രൂപ്പ്, അവരുമായിട്ടൊക്കെ ഒരു പക്ഷേ BJPക്ക് അവരുടെ അവസാന നിമിഷം പ്രശ്ന പരിഹാരങ്ങളൊക്കെ സാധ്യമാണെങ്കിൽ അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ബീദാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം 17ാം ലോക്സഭയിൽ ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം വയനാടാണ്. ഈ അമർ ഉജാലയിൽ നൽകിയ അഭിമുഖത്തിന്റെ തിയറിറ്റിക്കൽ വശം മാറ്റിവെച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമെന്ന അദ്ദേഹത്തിന്റെ സൂചനയ്ക്കപ്പുറം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ, അതിനെ രാഷ്ട്രീയമായി മാത്രമേ എടുക്കാൻ വേണ്ടി കഴിയൂ. ശരി, വ്യക്തമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് നേതാവ്, ആദ്യം ശ്രീ MT രമേശ്, ശ്രീ മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള ആളുകൾ, NC മോഹൻ അടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ജോസഫ് വാഴക്കൻ, BJP ധ്രുവീകരണം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന അഭിപ്രായം വരുന്നത് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാമോ? അതിനൊരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് വരികയാണ്, അത് വയനാട് തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കാൻ കോൺഗ്രസുകാർക്ക് ധാരാളം കാരണങ്ങളുണ്ടല്ലോ അല്ലെ? രാഹുൽ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ?
ശിവാഴകൻ. കേട്ടില്ല, ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം, ഇടയ്ക്ക് ഫോൺ ക്ലിയർ അല്ല. അതായത് ദക്ഷിണേന്ത്യയിലേക്ക് വരാനുള്ള കാരണം രാഹുൽ ഗാന്ധി സാഹചര്യം വിശദീകരിക്കുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാതെ ഏറ്റവും സേഫ് എന്ന് കോൺഗ്രസ്സുകാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വയനാട്ടിൽ വരുമെന്ന് തന്നെയാണോ? എങ്ങനെയാണ് കോൺഗ്രസ്സുകാരുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ റീഡിംഗ്? അതെ, ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അത്. ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സീറ്റ് ഓൾറെഡി അമേഠി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. സെക്കൻഡ് സീറ്റ് അത് ദക്ഷിണേന്ത്യയില് അത് ഏത് സീറ്റാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഫൈനൽ തീരുമാനമെടുക്കുന്ന ഒരു താമസമുണ്ട്. കാരണം അതിനകത്ത് നരേന്ദ്രമോദി ഏത് സീറ്റിൽ വരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് കർണാടകത്തിലെയും കേരളത്തിലെയും ഓരോ സീറ്റ് അതിനുവേണ്ടി ഒഴിച്ചിടാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ശ്രീ രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അല്പം കൂടുതൽ അത് ആവേശത്തിൽ കേരളത്തിലെ ജനങ്ങളും അവിടുത്തെ പ്രവർത്തകരും എല്ലാവരും കുറച്ച് ആവേശം കൂടുതൽ കാണിച്ചു എന്നുള്ളൊരു സത്യമാണ്. എങ്കിലും ഇതുവരെയും ആ കാര്യത്തിലൊരു ഫൈനൽ രൂപത്തിൽ എത്തിയിട്ടില്ല. ഇവിടെ സ്വാഭാവികമായും ഇടതുപക്ഷമൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ആളുകളും മുഖ്യമന്ത്രിയൊക്കെ അതിനകത്ത് അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും അവരുടെ ട്രൈബൽ സഖാക്കൾ ഇറങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെ വർത്തമാനം പറയുകയൊക്കെ ചെയ്തപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഇതേവരെ അതിനകത്തൊരു ഫൈനൽ തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. കാരണം ഇത് കർണാടകമാണോ കേരളമാണോ മത്സരിക്കുന്നത് എന്നുള്ളത്, ഈ രണ്ട് സീറ്റുകൾ ഒഴിച്ചിടാൻ പറഞ്ഞു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ശരി അല്ല. അവിടെ ശ്രീ ജോസഫ് വാഴക്കൻ, കോൺഗ്രസ് യഥാർത്ഥത്തിൽ നോക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഉറപ്പായും ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് വേണം എന്ന് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ഞങ്ങൾ BJPയെ നേരിടാനാണ്, വർഗീയ ധ്രുവീകരണത്തെ നേരിടാനാണ് എന്നൊക്കെ ഉള്ളത് ഒരു കാരണത്തിന് വേണ്ടിയുള്ള കാരണമല്ലേ? രാഹുലിന് ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റ് വേണം എന്നുള്ളതല്ലേ ഇതിന്റെ സാമാന്യമായ യാഥാർത്ഥ്യം? അല്ല, അതൊക്കെ പ്രധാനമല്ലേ. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവര് അവർക്ക് ഒരു ദിവസം പോലും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അവർക്ക് അങ്ങേയറ്റം ഒരു ദിവസം കഷ്ടിച്ച് വരാൻ പറ്റിയെങ്കിൽ അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി രാജ്യം മുഴുവൻ ഓടി നടക്കേണ്ടവരാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി കഴിഞ്ഞ അവിടെ രണ്ടിടത്ത് മത്സരിച്ചത്. നേരത്തെ ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ രാജ്യത്ത് മുഖ്യമന്ത്രിമാരൊക്കെ SP-യുടെ നേതാക്കന്മാരൊക്കെ മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും അവരൊക്കെ ഒന്നും രണ്ട് സീറ്റുകൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ മത്സരിക്കും. അത് സാധാരണമായിട്ടുള്ളതാണ്. പക്ഷേ ഒരു സുരക്ഷിതമായ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമൊന്നുമല്ല ഉള്ളത്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ മത്സരിക്കണം എന്നുള്ളത് പാർട്ടി ഒരു സ്ട്രാറ്റജിക്കലായിരുന്ന തീരുമാനം. അത് നരേന്ദ്രമോദിയും അത് തന്നെ ചെയ്യാൻ പോകുന്നു എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഏത് സംസ്ഥാനമാണ് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റു സ്റ്റേറ്റുകളൊന്നും അത്ര സേഫ് ഒന്നുമല്ല ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനവും. പിന്നെയും അവർക്ക് നിൽക്കാൻ കഴിയുന്നത് എവിടെയെങ്കിലും കർണാടകത്തിലെ ഏതെങ്കിലും സീറ്റ് നോക്കാനേ കഴിയുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സഖ്യകക്ഷികളാണെങ്കിൽ ഞങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന വിവിധ സംസ്ഥാനങ്ങളുണ്ട് ദക്ഷിണേന്ത്യയിൽ. പക്ഷെ കേരളം ഈ പറയുന്ന വയനാടിന്റെ ഒരു പ്രത്യേകത, വയനാട് ഒരു 3 സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ പങ്കുവെക്കുന്ന ഒരു സീറ്റാണ്. ഓപ്പൺ സീറ്റാണ്. അവിടെ സിറ്റിംഗ് MP ഇല്ല, ഓപ്പൺ ആയി കിടക്കുന്നതാണ്. കോൺഗ്രസിന് UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അത് സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ആ ഒരു സീറ്റ് കേരളത്തിൽ. അവിടെ ശ്രീ ജോസഫ് വാഴക്കൻ, ആ സീറ്റ് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബീഡാർ കർണാടകയിലെ സീറ്റ് ആണ് പറയുന്ന മറ്റൊരു സീറ്റ്. പക്ഷേ അവിടെ BJP 80,000-നും 90,000-നും ഒക്കെ ജയിക്കുന്ന സാഹചര്യമുള്ള സീറ്റാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. പൊളിറ്റിക്കലി കർണാടകയിൽ മത്സരിക്കുന്നതായിരിക്കും കോൺഗ്രസിന് ഗുണകരം. പക്ഷേ എന്നാലും അവിടെ ഒരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പല ഘടകങ്ങളുള്ള വയനാട്ടിൽ എന്നുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയല്ലേ വരികൾക്കിടയിൽ കാണുന്നത്? അത് ഇന്ന് അറിയാൻ കഴിയുള്ളൂ. ഞങ്ങൾ നേരത്തെ ഒരിക്കൽ കൂടുതൽ ഇത്രയും ആവേശം കാണിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് മറുപടിയും സമാധാനവും ഒക്കെ പറയേണ്ടി വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. ഞങ്ങൾ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുന്നു. അക്കാര്യത്തിൽ വയനാട് ഞങ്ങൾ സർവ്വത്മത സ്വാഗതം ചെയ്ത് അത് ഓപ്പൺ ആക്കിയിരിക്കുന്നു. ശരി, ദയവായി തുടരും. MT രമേശ്, 4-ാം തീയതിയാണ്, ഏപ്രിൽ 4-ാം തീയതിയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അതിന് മുൻപൊരു തീരുമാനം എടുക്കുക എന്നുള്ളത് എന്തായാലും വേണം, അല്ലാതെ പറ്റില്ല. ഇന്ന് മോദിയാണ് ഞാൻ ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മോദി ദക്ഷിണേന്ത്യയിലേക്ക് മത്സരിക്കാൻ വന്നാൽ രാഹുലും ഉണ്ടാകും എന്നല്ലേ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ മോഡിയെ സൗത്ത് ഇന്ത്യയിൽ ഫീൽഡ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും വരും. MT രമേശ്.
അദ്ദേഹത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായെന്ന് തോന്നുന്നു. ഇവിടെ ശ്രീ മുഹമ്മദ് ഷിയാസ്, നരേന്ദ്രമോദിയെ നേരിടാനാണ് അല്ലെങ്കിൽ BJP വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നു ഈ രാജ്യത്ത്, സൗത്ത് ഇന്ത്യയിൽ വിശേഷിച്ച്, അതുകൊണ്ട് രാഹുൽ ഗാന്ധി കേരളത്തിലോ കർണാടകയിലോ മത്സരിക്കുന്നു എന്നുള്ളത് ഏത് നിലയ്ക്കാണ് വിശദീകരിക്കാൻ കഴിയുക? കർണാടകയിൽ മത്സരിച്ചാൽ, ബിഡാർ തിരഞ്ഞെടുത്താൽ ശരി, അതൊരു ചലഞ്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഡാർ ഒരു എളുപ്പമുള്ള സീറ്റുമല്ല. പക്ഷേ കേരളത്തിലെ വയനാട് പോലെയുള്ള ഒരു ഓപ്പൺ വിക്കറ്റിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുകയും അവിടെ ജയിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് അവിടെ ജയിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്. അതല്ലാതെ BJPയുടെ ഫാസിസത്തെ നേരിടാനല്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ ചർച്ചകളിലുടനീളം നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സൗത്ത് ഇന്ത്യയിൽ ഒരു സീറ്റിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി കർണാടകത്തിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കേരളത്തിലെയും കോൺഗ്രസ് നേതൃത്വം ഇവിടെ ഏതെങ്കിലും ഒരു സീറ്റുകളിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ മത്സരിക്കണമെന്നുള്ളത് ന്യായമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ കുറേ നാളുകളായി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ നടത്തുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് സത്യത്തിൽ ഈ മതത്തിൻ്റെ പേരിലും അതുപോലെ സംസ്കാരത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും നടത്തുന്ന അവരുടെ ഒരു വർഗീയ ധ്രുവീകരണം നിറഞ്ഞ ഒരു പ്രവർത്തനമാണ്. ഇതിനെല്ലാം എതിരായി വയനാട്ടിൽ എന്താണ് കാര്യം? ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇതിനെല്ലാം എതിരായി ഉയർത്തുന്ന ഒരു കോൺഗ്രസിൻ്റെതായ ഒരു ആശയമുണ്ടല്ലോ. ആ ആശയം തീർച്ചയായും സൗത്ത് ഇന്ത്യയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുവാനും കഴിയുന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രിയായി കാണുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അമിത്ഷായും മോദിയും ഒക്കെ ഈ തരത്തിലുള്ള പൊളിറ്റിക്സ് കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം അതിനുവേണ്ടി തിരഞ്ഞെടുക്കണ്ടേ? കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരമോ പത്തനംതിട്ടയോ തിരഞ്ഞെടുക്കാം, കർണാടകയിലാണെങ്കിൽ ഏത് മണ്ഡലവും തിരഞ്ഞെടുക്കാം. താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ BJP അങ്ങനെ ഒരു രാഷ്ട്രീയം ഈ രാജ്യത്ത് പയറ്റുന്നുണ്ടെങ്കിൽ BJP ആ രാഷ്ട്രീയം പയറ്റുന്ന ഒരു മണ്ഡലം തിരഞ്ഞെടുത്തിട്ട് വേണ്ടേ രാഹുൽ ഗാന്ധി ഫൈറ്റ് ചെയ്യാൻ? നിങ്ങൾ അതിനെ അങ്ങനെ കാണണ്ട. ഞങ്ങൾ കാണുന്നത് കോൺഗ്രസിന് ഉറപ്പായി ജയിച്ചു വരാവുന്ന ഒരു മണ്ഡലം, എല്ലാ സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന, പ്രത്യേകിച്ചും കർണാടകയും തമിഴ്നാടുമായി അടുത്ത് കിടക്കുന്ന ഏറ്റവും വിശാലമായിട്ടുള്ള, ഭൂവിസ്തൃതിയിലാണെങ്കിൽ ഏറ്റവും വിശാലമായിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മവിശ്വാസമുള്ളത്. തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റ് എന്തായാലും ലോക്സഭയിൽ ജയിപ്പിക്കുന്ന സീറ്റ് വേണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വയനാടിനെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്ന മലയാളമാണ്. അതിന്റെ കൂട്ടത്തിൽ വർഗീയ ധ്രുവീകരണം, BJP, ഫാസിസം ഇതൊക്കെ പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവാതെ വരുന്നത്. ഇതൊക്കെ നാട്ടിൽ നടപ്പുള്ളതല്ലേ? ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് BJPയുടെ രാഷ്ട്രീയം പ്രബലമായ ഒരു സ്ഥലത്തല്ലേ ഷിയാസെ? നോക്കൂ, പൈലി വാത്യാട്ട് കുടം ചിഹ്നത്തിൽ മത്സരിക്കുന്ന വയനാട്ടിലാണോ രാഹുൽ ഗാന്ധി പൈലി വാത്യാട്ടിനോടാണോ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തേണ്ടത്? നിങ്ങൾ അതിനെ അത്ര ചെറുതായി കാണണ്ട. ഞാൻ പറഞ്ഞത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് RSSും സംഘപരിവാറും നടത്തുന്ന ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവർ നടത്തിയ കപടനാടകം. അവർ തന്നെ പറഞ്ഞ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയമാണ്, ഒരു ധ്രുവീകരണമാണ്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട പോലെയുള്ള സീറ്റുകളിലാണ്. അവിടെ മത്സരിക്കേണ്ടേ? ഇതൊന്നും ഇല്ലാത്ത വയനാട്ടിൽ പോയിട്ടാണോ മത്സരിക്കുക? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ ഏറ്റവും സേഫായി രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി മത്സരിക്കാൻ വരുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന് ആത്മവിശ്വാസമുള്ള, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളും എല്ലാ വിഭാഗങ്ങളുമുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിലാണ് വയനാടിനെ സെലക്ട് ചെയ്തത്. ശരി, ഓക്കെ. അതായത് കോൺഗ്രസിന് ആത്മവിശ്വാസമുള്ള സ്ഥലം, അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ശ്രീ MT രമേശ്, BJP ഒരു വലിയ ശക്തിയായി ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ നിൽക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്കോ കർണാടകത്തിലേക്കോ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ മത്സരിക്കാൻ വരുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ശരിയാണോ? നേരത്തെ സംസാരിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കോൺഗ്രസിന്റെ ആളാണ് ആരാദ്യം നേരത്തെ സംസാരിച്ചത്? മുഹമ്മദ് ഷിയാസ്, കോൺഗ്രസിന്റെ നേതാവ്. അതിന് മുൻപ് ജോസഫ്. അവസാനത്തെ വാചകം ഞാൻ കേട്ടു. കോൺഗ്രസിന് ആത്മവിശ്വാസമുള്ള ഒരു സ്ഥലം, മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം. അപ്പൊ മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്തെ കോൺഗ്രസിന് ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ, മറ്റൊരു ആത്മവിശ്വാസം ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പോ അതൊരു രാഷ്ട്രീയമാണല്ലോ. മതന്യൂനപക്ഷങ്ങൾ ഉള്ളിടത്ത് മാത്രമേ കോൺഗ്രസിന് ആത്മവിശ്വാസത്തോടു കൂടി 100% ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധത്തിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസും കേരളത്തിലെ കോൺഗ്രസും എത്തിയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിൽ വലിയ ഗൗരവമൊന്നുമില്ല അഭിലാഷ്, ഇതൊരു തമാശയാണ്. ഈ തമാശയുടെ ആന്റി ക്ലൈമാക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ചില സംഘടനകൾ തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ്. ഏതാ സംഘടന എന്ന് പറയട്ടെ? ഏതായാലും BJP NDA അല്ലല്ലോ. ഏത് സംഘടനയാണ് രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? വരുന്നതിന് തടസ്സം നിൽക്കുന്ന ആരാ? അത് CPM ആയിരിക്കും, മറ്റേത് സംഘടന. അപ്പൊ CPM-ന്റെ തീരുമാനമനുസരിച്ചാണോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം? അങ്ങനെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് CPM-ഓട് ചോദിച്ചാണ്. ഇത് തന്നെയാണ് പ്രധാനം. ഞങ്ങൾ നേരത്തെ പറയുന്നത് CPM-ഉം കോൺഗ്രസും തമ്മിൽ അഖിലേന്ത്യാ തലത്തിലൊരു ധാരണയുണ്ട്. ആ ധാരണ പൊട്ടിപ്പോകുമെന്നുള്ള ഭയമാണ് കേരളത്തിലെ CPM നേതാക്കന്മാർക്കുള്ളത്. അവർ UPA ഘടകകക്ഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദം കൊടുക്കുന്നു. ആ സമ്മർദ്ദത്തിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നു. കേരളത്തിലെ ഉമ്മൻചാണ്ടിയെക്കാളും രമേശ് ചെന്നിത്തലയെക്കാളും രാഹുൽ ഗാന്ധി പ്രിയങ്കരൻ, രാഹുൽ ഗാന്ധിക്ക് പ്രിയം സീതാറാം യെച്ചൂരിയോടാണ്, പ്രകാശ് കാരാട്ടിനോട്. ആ രാഷ്ട്രീയമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ വരെ പറഞ്ഞു പറയുന്ന കാര്യം കോൺഗ്രസും CPM-ഉം തമ്മിൽ കുറച്ചുകൂടി വ്യക്തമായി ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്തു എന്നതിനപ്പുറത്ത് ഈ നാടകത്തിന് മറ്റൊരർത്ഥവും നമ്മൾ കൽപ്പിക്കേണ്ടത്. അല്ല, അവിടെ ശ്രീ രമേശ്, ദേശീയ തലത്തിൽ BJP-ക്കെതിരെ ഞങ്ങൾ ഒരുമിച്ചാണ് എന്നുള്ളത് ഈ സമീപകാലത്തെ എന്നുള്ളതല്ല, വളരെ കാലമായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് എന്തെങ്കിലും പ്രത്യേകമായി അനാവരണം ചെയ്യപ്പെട്ടു എന്ന് കരുതുന്നില്ല. ഇവിടെ ശ്രീ രമേശ് നോക്കൂ, BJP-യെ സംബന്ധിച്ച് നരേന്ദ്രമോദിയെ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും, കർണാടക എന്നെടുത്തോളൂ, കർണാടകയിൽ ഫീൽഡ് ചെയ്യുക എന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ BJP-യിൽ ഉണ്ടല്ലോ. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്, കർണാടകയിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനും ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അപ്പോൾ ഈ ഏപ്രിൽ 4-ന് എവിടെയെങ്കിലും ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദി മത്സരിക്കുമോ എന്ന സാധ്യത കോൺഗ്രസ് മുമ്പിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ ഒരിടത്ത് മത്സരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണല്ലോ. എന്ത് സ്ട്രാറ്റജി അഭിലാഷ്? അങ്ങനെയാണെങ്കിൽ എന്തിനാ ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആ സിദ്ദിഖിനെ അവിടെ നിർത്തിയത്? BJP ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നിട്ടില്ല, പ്രഖ്യാപിക്കാതിരുന്നിട്ടില്ല. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ നരേന്ദ്രമോദിക്ക് വേണ്ടി അദ്ദേഹത്തെ കയ്യാലപ്പുറത്ത് നിർത്തിയിട്ടില്ല, ഒന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് നാളെ മത്സരിക്കണമെങ്കിൽ അപ്പൊ പറഞ്ഞാൽ പോലെ. എന്തിനാ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കുറെ ദിവസമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നരേന്ദ്രമോദി ഇനി ദക്ഷിണേന്ത്യയിൽ മത്സരിച്ചാൽ നരേന്ദ്രമോദിയെ എതിർക്കാനും വേണ്ടി രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ അപ്പൊ ഏതെങ്കിലും സ്ഥാനാർത്ഥിയോട് പിന്മാറാൻ വേണ്ടി പറഞ്ഞാൽ പോലെ. ഈ നാളെ ഇപ്പോഴേ നടത്തേണ്ട കാര്യം എന്താണ്? ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ഇവര് പ്രഖ്യാപിച്ചു, അവര് പ്രഖ്യാപിച്ചില്ല എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പ്രചരണം നടത്തുക, ഇടക്ക് അദ്ദേഹത്തോട് പിൻവാങ്ങാൻ പറയുക. എന്നിട്ട് ഇപ്പൊ സ്ഥാനാർത്ഥിയാണോ അല്ലയോ, ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് പാപം സിദ്ദിഖിന് അറിയില്ല. ഇങ്ങനെ ഒരു പ്രകസനം നടത്തേണ്ട ആവശ്യം എന്താണ്? ഇത് ഇവിടെ ഒരു വെറും സ്ട്രാറ്റജി എന്നല്ല പറയുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ കെട്ടിയാടാൻ വിധിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു വിഡ്ഢിവേഷമാണ്, അതിനപ്പുറത്തൊന്നുമില്ല. പിന്നെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസും CPM നേരത്തെ സഹകരിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങോട്ടും, കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറി പറയുകയാണല്ലോ, പരസ്പരം മത്സരിക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചാൽ അത് പൊളിഞ്ഞു പോകും. കാരണം രാഹുൽ ഗാന്ധിയാണ് CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. തൊട്ടപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ UPA-യുടെ ഘടകകക്ഷിയാണ് CPM. അവരൊരുമിച്ച് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ മത്സരിക്കുന്നത്. തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണെന്ന് സ്റ്റാലിന്റെ സാന്നിധ്യത്തിലല്ലേ പിണറായി വിജയൻ അടക്കം അംഗീകരിച്ചത്. അപ്പൊ അപ്പുറത്തെ തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന CPM, തൊട്ടിപ്പുറത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു അപഹാസ്യത എല്ലാവർക്കും ബോധ്യമാവും, വളരെ പെട്ടെന്ന് ബോധ്യമാവും. അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ അഖിലേന്ത്യാ തലത്തിൽ CPM-ഉം കോൺഗ്രസും സഹകരിക്കുകയും എന്നാൽ കേരളത്തിൽ തങ്ങൾ ശത്രുക്കളാണ് എന്ന് വരുത്തീർക്കുകയും ചെയ്യുന്ന ഒരു പൊറോട്ട നാടകമുണ്ട്. ആ പൊറോട്ട നാടകമാണ് രാഹുൽ ഗാന്ധി നമുക്ക് റിയാക്ഷൻസിലേക്ക് പോവാം. ഞാൻ ദയവായി തുടരുക. അങ്ങ് CPM-ന്റെ നിലപാട് കൂടി വേണം. ശ്രീ NC മോഹനൻ, ഇന്നിപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷൻ തന്നെ രാഹുലിനെ ചില ആളുകൾ ഡൽഹിയിൽ മുടക്കുകയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ആരാണ് എന്ന് പറഞ്ഞില്ല, പക്ഷേ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. AICC പ്രസിഡന്റ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ PB ചേർന്നാണോ തീരുമാനിക്കുക, അതോ ഇടതുമുന്നണി യോഗം ചേർന്നോ? ഇതൊക്കെ ശ്രീ MT രമേശിനെ പോലുള്ളവർ ഇങ്ങനെ എന്താ ഒരുതരം ആക്ഷേപഹാസ്യ നാടകത്തിലെ കഥാപാത്രങ്ങൾ ഉരുവിടുന്നത് പോലെ ചില വർത്തമാനങ്ങൾ പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയും ഇത്തരം വാദഗതികൾക്കില്ല. AICC പ്രസിഡന്റ് മത്സരിക്കാൻ വേണ്ടി സന്നദ്ധനാകുന്നു, AICC പ്രസിഡന്റ് വയനാട്ടിലേക്ക് വരുന്നു എന്ന് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ, പ്രസ്താവിച്ചപ്പോൾ തന്നെ CPM-ന്റെ നിലപാട് അക്കാര്യത്തിൽ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ പുതിയതായിട്ടൊരു വേഷം കെട്ടൽ എന്താ? ആദ്യം പറഞ്ഞിരുന്നവരെല്ലാം ആ നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞു. ശ്രീ ഉമ്മൻചാണ്ടി എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്,
വരേണ്ടത് ആവശ്യമാണെന്നാണ്, വരണമെന്നുള്ള അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു മലക്കം മറിച്ചില്ലായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. CPM-ൻ്റെ PB കൂടി AICC പ്രസിഡന്റ് എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്ന അത്തരം വാദഗതികൾക്കേ പ്രസക്തിയില്ലല്ലോ. അല്ല, ഇന്ന് തോമസ് ചാണ്ടി പറഞ്ഞത് ശരത് പവാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കരുത് എന്ന്. MK സ്റ്റാലിൻ അത് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UPA-യിലെ ഘടകകക്ഷി നേതാക്കൾ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കരുത് എന്ന് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വെറുതെയാണോ? അങ്ങനെ ഇവിടെ ശരത് പവാറിന്റെ നിലപാടിനെയോ ശ്രീ MK സ്റ്റാലിന്റെ നിലപാടിനെയോ CPM-ന്റെ നിലപാടുമായി കൂട്ടിക്കെട്ടല്ലേ? CPM-ന് കാര്യത്തിൽ വ്യക്തമായ നിലപാടുണ്ട്. CPM എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ നിഷ്കാസനം ചെയ്യണം, ഇടതുപക്ഷത്തിൻ്റെ അംഗബലം പാർലമെന്റിനകത്ത് വർദ്ധിപ്പിക്കണം, ഒരു മതനിരപേക്ഷ ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരണം. ആ മതനിരപേക്ഷ ഗവൺമെന്റിൻ്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ AICC-യുടെ പ്രസിഡന്റ് ഉന്നം വെക്കേണ്ടതും മത്സരിക്കേണ്ടതും പൊരുതേണ്ടതും ഒക്കെ BJP-ക്കെതിരാണ് എന്നിരിക്കെ ആ BJP-ക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തി ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പോർമുഖം തുറക്കുന്നത് മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും എന്ന് ശരത് പവാർ പറഞ്ഞാലും ശരി, MK സ്റ്റാലിൻ പറഞ്ഞാലും ശരി. പക്ഷേ CPIM AICC പ്രസിഡന്റിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചോ മണ്ഡലം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചോ അഭിപ്രായം പറയുന്ന പാർട്ടിയല്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. വയനാട്ടിലേക്ക് വന്നാൽ CPIM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കരുത്തുപയോഗപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനുള്ള എല്ലാ രാഷ്ട്രീയ സമരവും അവിടെ കെട്ടഴിച്ചു വിടും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. പിന്നെ ഇവിടെ ശ്രീ MT രമേശ് പറഞ്ഞല്ലോ അവിടെ ഐക്യാണ് ഇവിടെ ഐക്യാണെന്നുള്ളത്. അദ്ദേഹത്തിന് പോലും നന്നായിട്ട് അറിയുന്നതും കേരളം ആഴത്തിൽ ചർച്ച ചെയ്തതുമായിട്ടുള്ള കോൺഗ്രസ് BJP സഖ്യത്തിൻ്റെ കഥ അദ്ദേഹം മറന്നുപോയോ? കോൺഗ്രസ് BJP ലീഗ് സഖ്യത്തിന്റെ കഥ മറന്നുപോയോ? അതൊക്കെ പഴയ കാര്യം. നമുക്ക് ഇപ്പോൾ പഴയ കാര്യമല്ലേ, ഇന്നും പ്രസക്തമായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറയും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഷിയാസ ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് എന്തൊരു അബദ്ധമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു സെനാരിയോ ഉണ്ടെന്ന് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിലും കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് പറയാൻ പാടുണ്ടോ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഇവിടുത്തെ ഇടതുമുന്നണിയോ അതല്ലെങ്കിൽ CPM-ഓ ഒക്കെ പിന്തിരിപ്പിക്കുകയാണെന്ന്? അപ്പോൾ ഇവിടുത്തെ നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയോട് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ യെച്ചൂരിയോടോ രാജയോടോ ഒക്കെ പറഞ്ഞു വരേണ്ടി വരുന്ന അവസ്ഥയാണോ? ഒരിക്കലുമല്ലല്ലോ. കോൺഗ്രസ് അങ്ങനെ ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ഒരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ എന്തിനാണ് CPM ഭയക്കുന്നത്? എന്തിനാണ് CPM ഇത്തരത്തിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ തുടരുന്ന പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന ഈ പാർട്ടി എന്തിനാണ് കോൺഗ്രസ് പ്രസിഡന്റ് വയനാട് മത്സരിക്കാൻ വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവർ പറയുന്നത് പോലെ 2004 ആവർത്തിക്കുമെങ്കിൽ 20 സീറ്റിൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ ഇവർക്ക് മത്സരിച്ചാൽ മതിയില്ലേ? ഇവരെന്തിനാണ് മതനിരപേക്ഷതയെക്കുറിച്ചും അതുപോലെ തന്നെ ഉള്ള വാദമുഖങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ CPM-ന് ഭയമാണ്, ഇടതുമുന്നണിക്ക് ഭയമാണ്. ഈ ഗവൺമെന്റും അതുപോലെ മോഡി ഗവൺമെന്റിനുമെതിരായി വലിയ ജനവികാരം നിലനിൽക്കും. ഭയം ഉണ്ട് എന്നങ്ങ് വെക്കുക. CPM-ന് ഭയമുള്ളത് കൊണ്ട് അവർ ഞങ്ങളുടെ പ്രസിഡന്റിനെ പിന്തിരിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുകയാണെങ്കിൽ പിന്നെ എന്തൊരു തമാശയാണ്. കാരണം CPM പറയുന്നത് അല്ലെങ്കിൽ CPI പറയുന്നതാണ് രാഹുൽ ഗാന്ധി കേൾക്കുക. ഉമ്മൻചാണ്ടി പറയുന്നതോ മുല്ലപ്പള്ളി പറയുന്നതോ രമേശ് ചെന്നിത്തല പറയുന്നതോ അല്ല, മറിച്ച് യെച്ചൂരി പറയുന്നതാണ് രാഹുൽ ഗാന്ധി കേൾക്കുക. യെച്ചൂരിയോട് ചോദിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയമായി പരാജയപ്പെട്ടു പോയില്ലേ? പല സമ്മർദ്ദങ്ങളാണല്ലോ. ഇപ്പോൾ NCP തന്നെ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നു. NCP നേരിട്ട് ശരത് പവാർ സംസാരിച്ചിരുന്നു. കേരളത്തിൽ CPM-നെതിരായി മത്സരിക്കരുതെന്ന് അദ്ദേഹം പറയും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രാദേശികമായിട്ടുള്ള മുന്നണികളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഈ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴിപ്പെടുന്ന ഒരു പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം മത്സരിക്കും. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. റായ്ബറേലിയും അതുപോലെ അമേഠിയിലും അവിടെ 2 സ്ഥലത്തും അവിടെ BSPയോ SP-യുമായി കോൺഗ്രസ് മുന്നണിയല്ല, കോൺഗ്രസ് അവർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്. പക്ഷേ അവർ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കാൻ എല്ലാവരും മതനിരപേക്ഷതയെക്കുറിച്ച് വായുതോരാതെ സംസാരിക്കുമ്പോഴും അവർ ഒരു മാന്യത കാണിച്ചു. ആ 2 സീറ്റിൽ കോൺഗ്രസ് പ്രസിഡന്റും മുൻ പ്രസിഡന്റും മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ അവരുടെ സ്ഥാനാർത്ഥിമാരെ മത്സരിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് CPM മതനിരപേക്ഷത ഉയർത്തുന്ന പാർട്ടി കോൺഗ്രസ് പ്രസിഡന്റ് വയനാട് മത്സരിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയില്ല, കോൺഗ്രസ് പ്രസിഡന്റ് മത്സരിക്കട്ടെ, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു മുന്നണിയുടെ മതനിരപേക്ഷത കോൺഗ്രസിന്റെ മാത്രം കുത്തകയല്ലല്ലോ. പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് സഹായിക്കാൻ
കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? കർഷക സമരത്തിന്റെ ഏതെങ്കിലും നേതാക്കളെ മത്സരിപ്പിക്കാൻ മഹാരാഷ്ട്രയിൽ മത്സരിപ്പിച്ചാൽ, നാസിക്കിലോ ഡിൻഡോറിയിലോ മത്സരിപ്പിച്ചാൽ കോൺഗ്രസ് പിന്തുണയ്ക്കോ? ബീഹാറിൽ കനയ്യകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട്, എവിടെയെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടല്ലോ. പിന്തുണ ഞങ്ങൾക്ക് മാത്രം കിട്ടണം, നമുക്ക് അങ്ങോട്ട് പറ്റില്ല. ഇതിനു മുമ്പും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയൊക്കെ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും സമീപനം എന്താണ്? ഇടതുപക്ഷം UPA-യിലല്ലോ, ഇടതുപക്ഷം UPA-യുടെ ഭാഗമല്ലല്ലോ, ഇടതുപക്ഷവും UPA-ക്കെതിരെയാണല്ലോ മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ മാത്രം കാര്യമല്ല, പല കക്ഷികളോട്. കേരളത്തിലെ CPM ഉയർത്തുന്ന വാദമുഖത്തിന് എന്ത് പ്രസക്തിയാണ്? ഞാൻ അതിലേക്ക് വരാം. മതനിരപേക്ഷതയും രാഹുൽ ഗാന്ധിയുടെ എന്താണ്? ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഇതൊന്നും കോൺഗ്രസിന്റെ കുത്തകയല്ലല്ലോ. ഇങ്ങോട്ടെല്ലാം സ്വീകരിക്കും, അങ്ങോട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ RSS-നെയും സംഘപരിവാറിനെയും ഫലപ്രദമായി നേരിടുന്നതാരാ? ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെയുള്ള സംസ്ഥാനങ്ങളിൽ, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടെയൊക്കെ CPM-ന്റെ പ്രസക്തി എന്താ? CPM-ന്റെ ഈ പറയുന്നത് പോലെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അല്ലെങ്കിൽ CPM പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? നിങ്ങൾ അവിടെയൊക്കെ പാർട്ടി നശിച്ചു പോയത്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഇല്ലായ്മയായി പോയത് അവിടുത്തെ നേതാക്കന്മാരുടെ കുറ്റവും കുറവും കൊണ്ടാണ്. മനസ്സിലാക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബോധം ഉണ്ടാകണം. രാജസ്ഥാനിൽ അവർ തന്നെ നിന്നിട്ടാണ് 2 സീറ്റും 5 ലക്ഷം വോട്ടും നേടിയത്. ഓക്കെ, അവർക്ക് 5 ലക്ഷം വോട്ട് രാജസ്ഥാനിലുണ്ടല്ലോ. രാജസ്ഥാനിൽ 25 സീറ്റ് ഉണ്ട്. എന്നാൽ പിന്നെ കോൺഗ്രസ് വലിയ മതനിരപേക്ഷ പാർട്ടിയാണെങ്കിൽ ശരി, 1 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്, ബാക്കി 24 സീറ്റ്. സൂര്യകാന്ത് മിശ്ര എന്ന ഇവരുടെ പശ്ചിമ ബംഗാളിലെ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റിലായാലും ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തി കോൺഗ്രസിനാണെങ്കിൽ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമെന്നാണ് പശ്ചിമ ബംഗാളിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പോൾ അവരുടെ വോട്ട് നിങ്ങൾക്ക് വേണം, എന്നാൽ പിന്നെ 1 സീറ്റിലെങ്കിലും അങ്ങോട്ടൊരു സഹായം അതൊട്ട് ചെയ്യില്ല. ഇത് കോൺഗ്രസ് പണ്ട് മുതലേ ഉള്ള ഈഗോയുടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. കോൺഗ്രസ് ആ ഒരു രീതിയിലുള്ള വലിയ മനോഭാവമില്ല കോൺഗ്രസിന്. CPM ഇവിടെ ശ്രീ ഷിയാസിന്റെ വിശദീകരണം കേട്ടാൽ തോന്നും ഈ കോൺഗ്രസിന്റെ തോളിലിരുന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാർട്ടിയാണ് CPIM എന്നാണ്. എൻ്റെ ഷിയാസ്, ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റും നിങ്ങളുടെ AICC ജനറൽ സെക്രട്ടറിയും ഒക്കെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരാൻ പോകുമെന്ന് പറഞ്ഞ് കേരളത്തെ രക്ഷിക്കാനാ, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷതയെ സംരക്ഷിക്കാനാ? അവിടെ മത്സരിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭീതി കൊണ്ടാണ്. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം തുറന്നു പറയാൻ എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ അവിടെ പോയി അമേഠിയിൽ പോയി മത്സരിച്ചാൽ ഇന്നത്തെ UP രാഷ്ട്രീയത്തിൻ്റെ സവിശേഷത കൊണ്ട് നിങ്ങൾക്ക് ജയിച്ചു കയറാൻ കഴിയില്ല. എന്തേ? നിങ്ങൾ അങ്ങനെ BJP-യെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തേ UP-ക്കകത്ത് BJP-യെ വെല്ലുവിളിക്കാത്തത്? എന്തേ നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിൽ തിരുവനന്തപുരത്തുനിന്ന് വെല്ലുവിളിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങൾ എന്തേ മറ്റൊരു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പോയി BJP-യെ വെല്ലുവിളിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങളുടെ മതനിരപേക്ഷതയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ BJP-ക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് ഈ 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പെന്ന് നിങ്ങൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ BJP-ക്കെതിരായി വെല്ലുവിളി ഉയർത്താൻ സന്നദ്ധരാകണം. അത് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ട് വയനാട് എന്താ വയനാടിന്റെ സവിശേഷത? വയനാടിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബലം കൊണ്ടല്ല നിങ്ങൾ ജയിക്കുന്നത്. അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മതന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ സാധ്യതയെ മനസ്സിലാക്കി ലീഗിന്റെ തോളിലിരുന്ന് AICC പ്രസിഡന്റിനെ ജയിപ്പിക്കാമെന്ന് സ്വപ്നം കാണുന്ന നിങ്ങളോട് ഈ കേരളത്തിലെ രാഷ്ട്രീയ ചിന്താശക്തിയുള്ള ജനങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ശരി ശ്രീ MT രമേശ്, ഒന്ന് ഇപ്പോൾ തമിഴ്നാട്ടിലെ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. 2004 ഇതേ സഖ്യമായിരുന്നു. അന്നും കോൺഗ്രസും ലീഗും CPM-ഉം CPI-യും ഒക്കെ ഒരു മുന്നണിയിലായിരുന്നു. അവർ ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ശത്രുക്കൾ അല്ലാതായിരുന്നിട്ടില്ല. കാരണം കേരളത്തിൽ അവർ രണ്ടുപേരുമാണ്, CPM-ഉം കോൺഗ്രസുമാണ് വലിയ രാഷ്ട്രീയ ശക്തികൾ. അവർ പരസ്പരം പോരടിച്ച് നിൽക്കാൻ കഴിയുകയുള്ളൂ. അവർ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടാമതൊരു ശക്തി വരും. നിങ്ങൾ അങ്ങനെ ഒരു വാക്വം ഉണ്ടാക്കാനും നിങ്ങൾക്ക് കയറി വരാനുള്ള അവസരം ഇവിടെ ഇടതും കോൺഗ്രസും ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ ദുർബലമായ ഇടങ്ങളിലാണ് ഒരു സഹകരണത്തിന് സാധ്യതയുള്ളത്. ആ സഹകരണത്തിന്റെ സാധ്യത എന്നുള്ളത് BJP-യെ കുറിച്ചുള്ള പൊതു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ്. അത് വിവിധ സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. അതും കേരളത്തിലെ രാഷ്ട്രീയവും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് അഭിലാഷേ, വെറും സഖ്യമല്ലല്ലോ. തമിഴ്നാട്ടില് UPA-യുടെ ഘടകകക്ഷിയാണ് CPM. ആകെയുള്ള സീറ്റ് ഡിവിഷൻ നടത്തിയപ്പോ അവിടെ കോൺഗ്രസും DMK-യും CPI-യും ലീഗും സീറ്റ് പങ്കിട്ടു. 2 സീറ്റിൽ CPM മത്സരിക്കുന്നു. അതൊരു ധാരണയൊന്നല്ല, നീക്കുപോക്കല്ല, ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയാണ്.
എന്നിട്ട് ഈ മുന്നണി ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവിടെ വലിയ ലോഞ്ചിങ് നടത്തി. ആ ലോഞ്ചിങ്ങില് മറീന ബീച്ചിലെ റാലി നടന്നപ്പോ ആ റാലിയിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് സ്റ്റാലിൻ. UPA സഖ്യത്തിന്റെ, അതായത് CPM ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്നും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാവരും രണ്ട് കൈയും മേലോട്ട് പൊക്കണമെന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടപ്പോ അന്ന് വേദിയിൽ നിന്നുകൊണ്ട് കൈ മേലോട്ട് പൊക്കിയത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൂടിയാണ്. അപ്പൊ അന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി മെറീന ബീച്ചിൽ പോയി കൈപൊക്കിയ പിണറായി വിജയൻ എങ്ങനെയാണ് വയനാട്ടിൽ പോയി രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണമെന്ന് പറയുക? രാഹുൽ ഗാന്ധിക്ക് ദുർന്ന വ്യക്തിത്വമുണ്ടോ? രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധി നല്ലയാളും കേരളത്തിലെ രാഹുൽ ഗാന്ധി മോശപ്പെട്ട ആളാണോ? പിണറായി വിജയനെ തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കാൻ കേരളത്തിലെ രാഹുൽ ഗാന്ധി തോൽപ്പിക്കണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി വേറെ എവിടെ പോലെ മത്സരിക്കാൻ പറ്റില്ല, കേരളത്തിലേക്ക് വരരുത് എന്ന് CPM-ന്റെ നേതാക്കന്മാർ പറയുന്നത്. അത് പറയുന്നു എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെയാണല്ലോ പറഞ്ഞത്, ഞാനല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ ആരോപിച്ചത് ആ രാഷ്ട്രീയ ആരോപണമായി നിങ്ങൾ കാണാം. പക്ഷെ ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പറയുന്നു സമ്മർദ്ദമുണ്ട്. അതാണ് സമ്മർദ്ദം CPM നേരിട്ട് നടത്തുകയാണോ അതോ തങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള സ്റ്റാലിൻ ഉപയോഗിച്ചുകൊണ്ടോ ശരത് പവാർ ഉപയോഗിച്ചുകൊണ്ടോ ചന്ദ്രബാബു നായിഡു ഉപയോഗിച്ചുകൊണ്ടോ ആരെ ഉപയോഗിച്ചുകൊണ്ടാണോ നമുക്കറിയില്ല. ഏതായാലും CPM-ന്റെ സഹയാത്രികരായിട്ടുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി കൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്നു. എന്തോ സമ്മർദ്ദമുണ്ട് നടപ്പാണല്ലോ. അപ്പൊ ഈ സമ്മർദ്ദത്തിന്റെ കാരണം സാധാരണ കോൺഗ്രസും മാർക്സിസ്റ്റും ഇവിടെ പരസ്പരം മത്സരിക്കും, അവർ പറയുന്ന ശത്രുക്കളാണ്. പക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് CPM-ന്റെ നേതാക്കന്മാർ വന്ന് പ്രചരണം നടത്തുവോ? കേന്ദ്ര നേതാക്കന്മാർ വന്ന് പ്രചരണം നടത്തുവോ? CPM-ന്റെ സഹകാരികളായി ഇപ്പൊ ചന്ദ്രബാബു നായിഡുവിനെയും സ്റ്റാലിനെയും തമിഴ്നാട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ വെളിച്ചത്ത് വരും. ശരി, അതാണ് ഒരു സാഹചര്യം. താങ്കൾ അത് ചൂണ്ടിക്കാണിച്ചത് നന്നായി ശ്രീ രമേശ്. നോക്കൂ ഷിഷിയാസ്, അതൊരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഒന്ന്, കോൺഗ്രസിന്റെ മാത്രം നേതാവല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ ബ്ലോക്കിന്റെ BJP വിരുദ്ധ കക്ഷികളുടെ ആകെ ലീഡറായിട്ട് വരേണ്ട ആളാണ്. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം തന്നെയാണ് ഡിഫാക്ടോ ലീഡർ. അങ്ങനെ ഇരിക്കെ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല. അത് പറ്റില്ല. അദ്ദേഹം ഈ പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ നേതാവായി ഉയരേണ്ട ആളാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് ഇവിടെ വന്ന് ആ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കക്ഷിക്കെതിരെ മത്സരിക്കുക എന്നുള്ളത് രമേശ് BJP-യുടെ ഭാഗത്തു നിന്ന് പറഞ്ഞതാണെങ്കിലും അതിലൊരു നൈതികതയുടെ പ്രശ്നമുണ്ട്. CPM തടഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല, ഇനി തടഞ്ഞാലും ഇല്ലെങ്കിലും അതിനൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. അത് CPM ഉയർത്തുന്ന വാദമുഖങ്ങളാണിതെല്ലാം. നിങ്ങളൊരു കാര്യം ആലോചിക്കുക. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന RSS-നും സംഘപരിവാറിനും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വഴിമരുന്ന് ഇട്ടുകൊടുത്ത പാർട്ടിയാണ് CPM. കാരണം ഈ ഗവൺമെൻറ്റിന് കീഴിൽ ശബരിമല പോലുള്ള ഒരു വിശ്വാസികളായിട്ടുള്ള കോടിക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളുള്ള ഒരു സ്ഥലത്ത് വളരെ വിവാദപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അവിടെ RSS-നും സംഘപരിവാറിനും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് കടന്നു വരാൻ കഴിയുന്ന രീതിയിലേക്ക്, വലിയ അക്രമ സമരങ്ങളിലൂടെ കടന്നു വരാൻ കഴിയുന്ന രീതിയിലേക്കുള്ളൊരു പാത വെട്ടിക്കൊടുത്ത പാർട്ടിയാണ് CPM-ഉം അതുപോലെ തന്നെ ഇടതുപക്ഷവും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇതിനെല്ലാം എതിരായി, ഈ ധ്രുവീകരണത്തിനെതിരായി കേരളത്തിൽ വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ നിങ്ങളിവിടെ സൂചിപ്പിച്ചല്ലോ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള ഒരു മണ്ഡലം കേരളം പോലുള്ള ഒരു വയനാട് പോലുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് മത്സരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നത്? അവിടെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള വിവിധ കാര്യങ്ങൾ വരും. അതല്ല എന്റെ ചോദ്യം. ഇപ്പോ ഞാൻ ഉന്നയിക്കുന്നത് കേരളത്തിൽ 20 സീറ്റ് ഉണ്ട്. അത് എങ്ങനെ പോയാലും ഈ പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിന് കിട്ടേണ്ടതാണ്. ഈ 20 MP-മാരും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും കേന്ദ്രത്തിൽ ഒരു BJP ഇതര ബദലിന് വേണ്ടി കൈവക്കേണ്ടവരാണ്. അപ്പോൾ ഈ 20 സീറ്റിനെ കുറിച്ച് സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷ ബ്ലോക്കിന് ഏതെങ്കിലും സംശയം ഉണ്ടാവേണ്ടതല്ല. അതെങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ വന്ന് ഇപ്പോൾ ഈ ശബരിമല ധ്രുവീകരണത്തോട് പോരാടുകയാണോ രാഹുൽ ഗാന്ധി വേണ്ടത്? അതോ കുറച്ചുകൂടി സീറ്റുകൾ കോൺഗ്രസ് പാർട്ടിക്കോ ഈ മുന്നണിക്കോ കിട്ടുന്ന വിധത്തിൽ വേറെ എവിടെയെങ്കിലും മത്സരിക്കാണോ വേണ്ടത്? നിങ്ങളുടെ ശത്രു ഇപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷമാണോ? അതെങ്ങനെ ശരിയാവും ദേശീയ തലത്തിൽ? നിങ്ങൾ ഒരു കാര്യം, ഈ CPM-ന്റെ മുൻകാലങ്ങളിലൊരു രാഷ്ട്രീയം നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നാം UPA ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്തവരാണ് CPM. ആ ഒന്നാം UPA ഗവൺമെൻറ് ആണവ കരാറിൻ്റെ പേരിൽ BJP-യോടൊപ്പം ചേർന്ന് ആ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ശ്രമിച്ചവരാണ് CPM. അപ്പോൾ ചരിത്രപരമായ മണ്ടത്തരമാണ്. പിന്നീട് CPM അത് തിരുത്തുകയുണ്ടായി. സോമനാഥ് ചാറ്റർജിയെ പോലെയുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ
ഈ നേതൃത്വത്തെ തിരുത്താനുള്ള വലിയ രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാവും. പല ചന്ദ്രബാബു നായിഡുവിനായാലും മായാവതിക്കായാലും അഖിലേഷിനായാലും പല പാരമ്പര്യവും പല നിലപാടും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് തനിച്ചാവില്ല, ഒരാളെ തന്നെ അടിക്കാൻ കഴിയില്ല. എന്നാൽ 10 പേരെ കൂട്ടി വാ എന്നുള്ള മട്ടാണിപ്പോൾ. ആ 10 പേരെ കൂട്ടി വാ എന്നുള്ള സിറ്റുവേഷനിൽ അവർ പരസ്പരം അടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഒരിക്കലുമല്ലല്ലോ. കോൺഗ്രസ് ഇവിടെ എന്താ സംഭവം? ഇവിടെ വയനാട് മത്സരിക്കാൻ വരുന്നത് ഇവിടെ ഇടതുമുന്നണിയുമായി നേരിട്ടാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഇവിടെ കോൺഗ്രസും CPM എന്നാലും ഇപ്പോൾ MT രമേശ് പറഞ്ഞ പോലെ ഇവിടെ ഒരുമിച്ചല്ലല്ലോ മത്സരിക്കുന്നത്. ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആ മത്സരത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ്, കോൺഗ്രസ് പ്രസിഡന്റ് വയനാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിനുണ്ടാകുന്ന ഒരു എഡ്ജ്, ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആരാകണം എന്നുള്ള ഒരു ചോദ്യം BJP വിരുദ്ധ കക്ഷികൾക്ക് കേരളത്തിൽ എഡ്ജ് ഉണ്ടെന്നല്ല, കേരളത്തിൽ സമ്പൂർണ്ണമായി വിജയ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ഇല്ലെങ്കിലും. അങ്ങനെ ഇരിക്കെ രാഹുൽ ഗാന്ധിക്ക് 10-20 സീറ്റ് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്ത, ഈ ബ്ലോക്കിന് കിട്ടാത്ത എവിടെ നിന്നെങ്കിലും കിട്ടാനുള്ള വഴി നോക്കിയല്ലേ വേണ്ടത്? ദക്ഷിണേന്ത്യയിൽ കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യയിൽ ഞാൻ കണക്ക് പറഞ്ഞു 130 സീറ്റിൽ BJPക്ക് വെറും 21 സീറ്റ് 2014 മോദി തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ പോലും ഉള്ളൂ ഷിയാസ്. അത് കുറയാനാണ് സാധ്യത. അങ്ങനെ ഇരിക്കെ കർണാടകയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ്, 17 സീറ്റ് കഴിഞ്ഞ തവണ അവർക്ക് കർണാടകയിൽ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ കോൺഗ്രസ് JDS സഖ്യം കൂടിയുള്ള സാഹചര്യത്തിൽ BJPക്ക് കർണാടകയിൽ നിന്നും കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ എൻ്റെ ഒരു അനാലിസിസിൽ BJPക്ക് ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും സീറ്റ് കിട്ടില്ല. നിങ്ങൾക്ക് നല്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിവിധ ഘടകകക്ഷികൾക്ക് നല്ല നിലയുള്ള ഇവിടെ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കേണ്ട കാര്യം? നിങ്ങൾ പറയുന്നത് പോലെ അത് ഉറപ്പാക്കണ്ടേ കോൺഗ്രസിന്? എങ്ങനെ പോയാലും 28 സീറ്റ് ജയിച്ചാലും അത്രയല്ലേ ഉള്ളൂ. അതിനപ്പുറത്ത് ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ തമിഴ്നാട്ടിലോ ഒന്നും ജയിക്കാനുള്ള, കേരളത്തിലോ ഒന്നും ജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ജയിച്ചു വരാവുന്ന MP-മാരെ കൊണ്ടുവരാൻ കഴിയുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം അതിന്റെ ഒരു സ്ട്രാറ്റജി തീരുമാനിച്ച് അവർ അത് നടപ്പിലാക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം, ഇവിടെ ബഹുമാന്യനായ ശ്രീ NC മോഹൻ ഇവിടെ സൂചിപ്പിച്ചു, രാഹുൽ ഗാന്ധി അവിടെ UP-യിൽ എന്തുകൊണ്ട് പോരാടുന്നില്ല എന്ന് പറയുന്നു. UP-യിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 തെരഞ്ഞെടുപ്പിൽ ആകെ കോൺഗ്രസ് 2 സീറ്റിലാണ് മത്സരിച്ച് ജയിച്ചുള്ളൂ. അതിനു മുമ്പ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 22 സീറ്റിൽ 2009 ജയിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധി അമേഠിയിൽ 2014 മത്സരിക്കുമ്പോൾ അവിടെ 4 നിയമസഭാ സാമാജികന്മാർ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ അവിടെ 4 നിയമസഭാ സാമാജികന്മാർ ആ പാർലമെന്റിൽ BJP ആണ്, ഒരാൾ BSP ആണ്. അപ്പോൾ കോൺഗ്രസിന് MLA-മാരില്ലാത്ത അമേഠി പോലുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്കെതിരായി ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുകയും പടയോട്ടം നടത്തുന്നതും UP-യിൽ പടയോട്ടം നടത്തും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലാണ്. ഇന്ന് BJPയുടെ സിറ്റിംഗ് MP-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വരികയാണ്. മുൻ MP-മാർ അടക്കമുള്ള ആളുകൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJPയുടെ ഇന്നത്തെ ഭൗതികമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവരുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാണ് എന്നുള്ളതാണ്. കഴിയുന്ന തരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ എന്നുള്ളൊരു ബോധ്യമാണ്. മോഹൻ പറയൂ, ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു കോമൺ നേതാവ് എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധി എമർജ് ചെയ്യുന്നതിന് ഒരു തടസ്സമായി മാറുമോ? രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷത്തിൻ്റെ കോമൺ നേതാവായിട്ടോ ഭാവി പ്രധാനമന്ത്രിയായിട്ടോ ഇടതുപക്ഷം ഉയർത്തി കാണിച്ചിട്ടില്ല. ഇടതുപക്ഷം ഈ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. 2004 BJPയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി രൂപം കൊള്ളാനിടയുള്ള ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ സാധ്യതയിൽ കോൺഗ്രസിനായിരിക്കും നേതൃത്വമെന്നും ഇപ്പോഴും കണക്കാക്കാനാവില്ല. 543 അംഗ പാർലമെൻറ്റിൻ്റെ ലോക്സഭയ്ക്കകത്ത് 44 അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പണ്ട് എനിക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തപ്പി നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ട് കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരുപാട് പരിണതപ്രജ്ഞരായ അനുഭവസമ്പന്നരായ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെയൊക്കെ ചൂരുമറിയുന്ന ഒരുപാട് ദേശീയ നേതാക്കൾ ഉണ്ടായിരുന്ന പാർട്ടിയായിരുന്നു. ആ പാർട്ടി അല്ലല്ലോ ഇന്നുള്ളത്. ആ പാർട്ടി ചെന്നുപെട്ട അഗാധമായ പതനമുണ്ട്. ആ പതനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്
AICC പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇവിടെ നടത്തുന്ന ഈ ആക്ഷേപഹാസ്യ പരിപാടി. ശരി, പതനം എല്ലാവർക്കും ഉണ്ട്. ശ്രീ MT രമേശ്, BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ വരിക എന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണോ? കേരളത്തെ വിടൂ, ഇതര സംസ്ഥാനങ്ങളിൽ, വിശേഷിച്ച് കർണാടകയാണ് BJPക്ക് ദക്ഷിണേന്ത്യയിൽ ഹോൾഡുള്ള ഒരു സംസ്ഥാനം. രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുകയും ദക്ഷിണേന്ത്യ ആകെ ഒരു രാഹുൽ തരംഗം അല്ലെങ്കിൽ BJP വിരുദ്ധ തരംഗം ഉണ്ടാവാനുള്ള സാധ്യത നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ? രമേശ്, അദ്ദേഹത്തിൻ്റെ ഫോൺ കട്ടായോ എന്ന് സംശയം ഒരിക്കൽ കൂടി വിളിക്കാം. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ശ്രീ ഷിയാസ്, കോൺഗ്രസിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നാൽ ഉയരാവുന്ന ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ സംഘടനാ ദൗർബല്യമുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് കോൺഗ്രസിനേക്കാൾ ഘടകകക്ഷിക്ക് മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ നിയോഗിക്കുന്നതാണ്. കോൺഗ്രസിന് തന്നെ പ്രസിഡന്റിനെ പോലും ജയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ശക്തമായ ഘടകകക്ഷി സാന്നിധ്യമുള്ള ഒരു മണ്ഡലത്തിൽ പ്രസിഡന്റിനെ മത്സരിപ്പിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ലീഗിന്റെ മണ്ഡലമാകേണ്ട ഒരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന് കൊടുക്കേണ്ടി വന്നു എന്ന ആരോപണം നിങ്ങൾ അടുത്ത നിമിഷം കേൾക്കും. ഒരിക്കലുമില്ല. കേരളത്തിലെ UDF എന്ന് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്നു. ഇന്ന മണ്ഡലത്തിൽ ഇന്ന പാർട്ടിക്ക് കൂടുതൽ വേരോട്ടം എന്നുള്ളതില്ല. നിങ്ങൾ വയനാട്ടിലുള്ള 3 മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ഈ 3 മണ്ഡലവും. അവിടെ വലിയ മാർജിനിൽ കോൺഗ്രസ് ജയിക്കുന്ന മണ്ഡലവുമാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ശ്രീ NC മോഹൻ പറഞ്ഞു കോൺഗ്രസ് തകർന്നു പോയി എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും CPMന്റെ ആരോപണമാണ്. ഈ ആരോപണം കൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെതിരായി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കാണുന്ന ബദൽ എന്താണ്? നിങ്ങൾ കാണുന്ന ബദൽ ഇടതുപക്ഷത്തിൻ്റെ ബദലാണോ? ഇടതുപക്ഷത്തിൻ്റെ ബദലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റിൽ മത്സരിക്കുന്നു? CPM എത്ര സീറ്റിൽ മത്സരിക്കുന്നു? എത്ര സീറ്റിൽ വിജയസാധ്യതയുണ്ട്? നിങ്ങൾ അതുകൂടി പരിശോധിക്കണ്ടേ? നിങ്ങൾ ഈ കോൺഗ്രസിനെതിരെ പറഞ്ഞു പ്രതിപക്ഷത്തെ ഒരു പാർട്ടിക്കും ഇന്ത്യ തനിച്ചു ഭരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലല്ലോ. അത് CPMന് മാത്രമല്ല. 1ാം UPA ഗവൺമെന്റ് കാലഘട്ടത്തിന് ശേഷം ഇവർ പറഞ്ഞ എന്താ? 2ാം UPA ഗവൺമെന്റ് ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് തകർന്നടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ 2ാം UPA ഗവൺമെന്റ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം 200-നടുത്ത് സീറ്റോടുകൂടി കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. കോൺഗ്രസ് 272 സീറ്റ് വേണം. ഇത് അന്ന് പോലും കിട്ടിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ മോഡിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങളും അവരുടെ കോർപ്പറേറ്റ് താല്പര്യങ്ങളും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനവിഭാഗങ്ങളെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അതിനകത്ത് വർഗീയത കൂട്ടിക്കൊണ്ടുവന്ന് ആ വർഗീയതയിൽ നിറഞ്ഞ ഈ കോർപ്പറേറ്റ് രാഷ്ട്രീയത്തെ ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നു. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ തിരിച്ചറിവാണ് കോൺഗ്രസിനെ വീണ്ടും ഇന്ത്യയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. ഞാൻ ഷിമായിൻ ഹാജി, MC മായിൻ ഹാജി, മുസ്ലിം ലീഗ് നേതാവ്. ഷിമായിൻ ഹാജി, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നാൽ അത് കോൺഗ്രസിന്റെ ദൗർബല്യത്തിന്റെ കൂടി പ്രകടനമാകുമോ? ലീഗിന്റെ ചുമലിൽ ഇരുന്നേ കോൺഗ്രസിന് അതിന്റെ പ്രസിഡന്റിനെ പോലും ജയിപ്പിക്കാൻ കഴിയൂ എന്ന് സ്വാഭാവികമായി ഇതര കക്ഷികൾ വ്യാഖ്യാനിക്കുമല്ലോ. ഹലോ, ഷിമായിനാജി കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. ചോദ്യം വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം കൂടിയായി ഇതര കക്ഷികൾ കാണില്ലേ എന്നുള്ളതാണ്. സ്വന്തമായി അതിന്റെ സ്വന്തം പ്രസിഡന്റിനെ പോലും വിജയിപ്പിക്കാൻ കഴിയില്ല. ശക്തമായ ഒരു ഘടക കക്ഷി ഉള്ളിടത്ത്, മുസ്ലിം ലീഗ് ഉള്ളിടത്ത് മാത്രമേ കോൺഗ്രസിന് കണ്ണും പൂട്ടി അതിന്റെ പ്രസിഡന്റിനെ പോലും നിർത്തി ജയിപ്പിക്കാമെന്നുള്ള ഉറപ്പ് ഉള്ളൂ എന്ന അവസ്ഥയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുമോ? എന്താണ് അഭിലാഷ ഇങ്ങനത്തെ ചർച്ച ചെയ്താൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന ഒരു ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കണം എന്നത് കേരളീയരുടെ ജനാധിപത്യ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. ആ ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു സൂചന കൊടുത്തിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് കൂടി മത്സരിക്കാൻ നേരത്തെ ഇന്ദിരാജിയും സോണിയാജിയും ഒക്കെ മത്സരിച്ചതുപോലെ രാഹുൽജിയും ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയാവാം എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യ കക്ഷികളൊട്ടാകെ ആവശ്യപ്പെട്ടതും നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ച പോലും വന്നത്.
അത് കേരളത്തിന് അഭിമാനമായിരിക്കും. ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് കാരണമാവും. കോൺഗ്രസിന് ഒരു തരത്തിലും അതിൽ ഖേദിക്കേണ്ടത്. രാജ്യമൊട്ടാകെ ദക്ഷിണേന്ത്യയിലെ ഒരു സീറ്റിൽ നിന്ന് രാഹുൽ ഗാന്ധി അഥവാ ഇവിടെ മത്സരിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാതെ അദ്ദേഹത്തെ മത്സരിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, അവിടെ ശ്രീ മായനാജി ഇന്ത്യ രാജ്യത്ത് ഒരു ചരിത്രമായത് മാറും, അതിന് സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 20 സീറ്റിലും അതിന്റെ അലയലികൾ ഉണ്ടാവും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ലാത്തതാണ്. അതുകൊണ്ടാണ് CPM ആ കാര്യത്തിൽ വല്ലാതെ അഗ്രസീവായി അതിനെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അതാ കാരണം. അല്ല, അവിടെ ശ്രീ മായനാജി, എന്റെ ചോദ്യം, കോൺഗ്രസ് ഇവിടെ ഒരു തരംഗം ഉണ്ടാക്കേണ്ടത് ആർക്കെതിരെയാണ്? BJP ആണ് രാജ്യം ഭരിക്കുന്നത്, അവരാണ് രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷി. BJPക്കെതിരെയാണ് വിവിധ കക്ഷികളുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുന്നത്. അപ്പോൾ BJPക്കെതിരെയല്ലേ മത്സരിക്കേണ്ടത്? അതല്ലാതെ രാഹുൽ ഗാന്ധി വയനാട് പോലെയുള്ള ഒരു ഷുവർ സീറ്റിൽ വന്നിട്ട് ഇവിടെയുള്ള ഇടതുപക്ഷ കക്ഷികളെ തോൽപ്പിച്ച് കാണിക്കുകയാണോ വേണ്ടത്? BJPയെ നേർക്ക് നേർ നിന്ന് പോരാടി തോൽപ്പിച്ച് കാണിച്ചാലല്ലേ രാജ്യവ്യാപകമായി കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാവും, അല്ലെങ്കിൽ ജനാധിപത്യ കക്ഷികൾക്ക് ഉണർവുണ്ടാവും? ഇവിടെ ഇടതുപക്ഷ കക്ഷികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ലോ. വയനാട് സീറ്റിലെ ഇടതുപക്ഷ കക്ഷികൾ പ്രസക്തമല്ലല്ലോ. അപ്പോ ഇടതുപക്ഷ കക്ഷികളെ തോൽപ്പിക്കുന്നു എന്ന ഒരു വാദം അതിനില്ല. പ്രസക്തമല്ലാത്തൊരു സംഗതിയാണ് ഇടതുപക്ഷങ്ങൾ വയനാട് സീറ്റില്. അല്ല, വയനാട് സീറ്റില് ഇപ്പോ 7 അസംബ്ലി സെഗ്മെന്റിലും 4ലും ഇടതുപക്ഷത്തിന്റെ സാമാജികരാണ്. കഴിഞ്ഞ തവണ 19,000ന്റെ മാത്രം ലീഡേ ഉള്ളൂ ഷാനവാസിന്. ഇടതുപക്ഷ കക്ഷികളെ തോൽപ്പിക്കുക എന്നില്ല. കേരളത്തില് രാജ്യത്തൊട്ടാകെ CPM നേതൃത്വം നൽകുന്ന CPM സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ജനാധിപത്യ ചേരിക്ക് അനുകൂലമായി വരുന്നില്ല. ജനാധിപത്യ ചേരിക്ക് അത് ഗുണകരമാകുന്നില്ല. ഫാസിസ്റ്റ് ചേരിക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത് എന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മൾ മനസ്സിലാക്കിയതാണ്. അല്ല, അപ്പൊ CPM-നെതിരെയാണോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം? 2 സീറ്റിൽ നിന്ന് BJP 86ലേക്കും പിന്നീട് 150ലേക്കും പിന്നീട് ഭരണത്തിലേക്കൊക്കെ എത്തിയത്. അല്ല, ഈ CPM-ന്റെ കുറ്റം കൊണ്ടാണോ BJP 2 സീറ്റിൽ നിന്ന് 184ലേക്കൊക്കെ എത്തിയത്? അപ്പോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ പോരാട്ടം CPM-നെതിരെയാണ്. തലതിരിഞ്ഞ നയങ്ങളുടെ കാരണമാണത്. അപ്പൊ CPM-നെ തോൽപ്പിക്കുന്നു, ഇടതുപക്ഷത്തിനെ തോൽപ്പിക്കുന്നു എന്നൊരു വാദം തന്നെ ഉന്നയിക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ CPM-നെതിരെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം, പോർമുഖം തുറക്കേണ്ടത്. അപ്പൊ അതിന് രാഹുൽ ഗാന്ധി വന്നാൽ സഹായകരമാകുമെന്നാണോ നിലപാട്? അല്ല, ഈ രാഹുൽ ഗാന്ധി വരുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവേശം ഇരട്ടിയായി മാറും. രാഹുൽ ഗാന്ധി വന്നിട്ടില്ലെങ്കിലും കേരളത്തിലെ 20 സീറ്റും ഇത്തവണ UDF നേടുമെന്ന സ്ഥിതിയാണുള്ളത്. രാഹുൽ ഗാന്ധി വരുന്നത് അതിനെ മാറ്റിക്കൂട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരി, അതാണ് ശ്രീ NC മോഹനൻ. ഇപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയുടെ വരവിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ, വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി ജയിക്കോ ജയിക്കാതിരിക്കോ എന്നുള്ളൊരു ചോദ്യം പോലും ഉദിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ള സീറ്റുകളിൽ, കേരളത്തിലുള്ള ബാക്കിയുള്ള സീറ്റുകളിലും രാഹുൽ ഗാന്ധിയുടെ വരവ് ഒരു എഫക്റ്റ് ഉണ്ടാക്കും, ഒരു ഓളം ഉണ്ടാക്കും, ഒരു തരംഗം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണോ രാഹുൽ വരണ്ട എന്ന് NCPയെ കൊണ്ടും മറ്റുമൊക്കെ പറയിപ്പിക്കുന്നത്? അഭിലാഷ്, 2 ചോദ്യമുണ്ട് അഭിലാഷിൻ്റെ അവരൊറ്റ പ്രസ്താവനയിൽ. ഒന്ന്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവിന് കേരളത്തിലാകെ അലയടിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തരംഗത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. ഒരു തരംഗം ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് വയനാട് പോലെ ലീഗിൻ്റെയും SDPIയുടെയും കോൺഗ്രസിൻ്റെയും, കോൺഗ്രസ് വളരെ ചെറുതാണ് അവിടെ. ഇപ്പോൾ ശ്രീ അഭിലാഷ് തന്നെ പറഞ്ഞല്ലോ, 19,000 സീറ്റിന്റെ 19,000 മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കുന്നത് കോൺഗ്രസ് ആണ്. നിലമ്പൂരും വണ്ടൂരും കോൺഗ്രസിന്റെ സീറ്റുകളാണ്. ഞാൻ ചോദിക്കട്ടെ എന്ത് ഇതിനൊറ്റ ചോദ്യമുള്ളൂ. ഈ കേരളത്തിൽ ഉണ്ടാക്കും എന്ന് പറയുന്ന ഈ വലിയ തരംഗം എന്ത് UPക്കകത്ത് ഉണ്ടാക്കാൻ ഉള്ള സാധ്യതയെക്കുറിച്ച് കോൺഗ്രസ് ആലോചിക്കാതെ? വളരെ സജീവമായിട്ടുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇവിടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഒരത്ഭുതവും ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ജനാധിപത്യ വിശ്വാസിയും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കഴിയും എന്നവർക്ക് ജനങ്ങളെ വിശ്വസിപ്പിക്കാനാകണമെങ്കിൽ UPയിൽ പൊരുതണം ആദ്യം. അല്ല, UPയിലെ രാഷ്ട്രീയ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ UPയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ആന്റി BJP സമരം നടത്താനുള്ള ശേഷി കോൺഗ്രസിനില്ല. അങ്ങനെ സമ്മതിക്കുക. അല്ല, ആന്റി BJP സമരം UPയിൽ വേറെ പാർട്ടികൾ നടത്തുന്നുണ്ട്. അവിടെ SPയും BSPയും നടത്തുന്ന ആന്റി BJP സമരത്തിന്റെ ഗുണഫലം അനുഭവിക്കാൻ പറ്റുമോ എന്ന പരീക്ഷണം UPയിൽ നടത്താം. അതിന് സാധ്യതയില്ലെന്ന് കണ്ടാൽ നേരെ കേരളം പോലുള്ള
BJP-യുമായി ഇടതുപക്ഷം മുഖാമുഖം നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകുമോ എന്ന പരീക്ഷണം ദേശീയാടിസ്ഥാനത്തിൽ രൂപം കൊള്ളാനിടയുള്ള ഒരു മതനിരപേക്ഷ സാധ്യതയെ മങ്ങലേൽപ്പിക്കും. ഈ കേരളത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി വന്നാൽ ഇടതുപക്ഷത്തിന് അശേഷം ആശങ്കയില്ല. എന്തുകൊണ്ടെന്നാൽ രാഹുൽ ഗാന്ധി അങ്ങനെ വലിയ ക്രൗഡ് പുള്ളറാണെന്നോ വലിയ വിജയസാധ്യത സൃഷ്ടിച്ചെടുക്കുന്ന വലിയ തരംഗത്തിൻ്റെ സാധ്യതയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചില്ല. അതാണ് ഒരു മറുപടി. രണ്ടാമത്തെ കാര്യം, CPM എതിർക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവിനെയല്ല. രാഹുൽ ഗാന്ധിയുടെ വരവിനെ സംബന്ധിച്ച് KPCCയുടെ നേതാക്കന്മാരും AICCയുടെ നേതാക്കന്മാരും പ്രകടിപ്പിച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്ന ചില രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നം എന്താ? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണോ? എന്നാൽ കേരളത്തിൽ കോൺഗ്രസിന് BJP വിരുദ്ധ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് ഈ കേരളത്തിൽ രൂപം കൊള്ളണം എന്ന് കോൺഗ്രസും BJP-യും ഒരേപോലെ ആഗ്രഹിക്കുന്ന ഒരേ തറവാട്ടിലെ രണ്ട് മുടിയനായ മക്കൾ, അതൊന്ന് BJP, ഒന്ന് കോൺഗ്രസ്. ഒരേ കോർപ്പറേറ്റ് കുടുംബത്തിലെ രണ്ട് മുടിയന്മാരായ മക്കളാണ്. ഈ സാധ്യതയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഇത് വില കുറഞ്ഞതാണ്. ഇത് ചരിത്രങ്ങൾ മനസ്സിലാക്കാതെയാണ്. നിങ്ങൾ 2009 തെരഞ്ഞെടുപ്പിൽ UP-യിലെ തെരഞ്ഞെടുപ്പിൽ SP-യും BSP-യും BJP-യുമായി ഏറ്റുമുട്ടിയിട്ടാണ് 22ഓളം സീറ്റുകളിൽ കോൺഗ്രസ്. അത് നിങ്ങളൊന്ന് പറയേ. നിങ്ങളുടെ അമേധി മണ്ഡലത്തിൽ എത്ര നിയമസഭ ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾ മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ പറയുന്നത് അന്ധമായ കോൺഗ്രസ് വിരോധമാണ്. നിങ്ങൾ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ക്രൗഡ് പുള്ളർ അല്ല, രാഹുൽ ഗാന്ധി വലിയ നേതാവല്ല എന്ന് നിങ്ങൾ പറയും. പക്ഷെ നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ആളുകൾ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതൃത്വമാണ് ദേശീയ തലത്തിൽ BJP-ക്ക് ബദലായി വരേണ്ടതെന്ന് സീതാറാം യെച്ചൂരിയെ പോലെയുള്ള ആളുകൾ പറയും. നിങ്ങൾ കേരളത്തിലെ ചില CPM നേതാക്കന്മാർ മാത്രം. നിങ്ങളല്ലേ പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും CPM-ഉം കൈകോർത്ത് മത്സരിക്കാൻ നിന്നപ്പോൾ അതിനെതിരായ നിലപാട് സ്വീകരിച്ചത് കേരളത്തിൽ നിന്ന് പോയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരുമല്ലേ? നിങ്ങളുടെ ദുരാഭിമാനമാണ് കോൺഗ്രസിനെതിരായി. നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിച്ച സമീപനമാണ് ഇതൊക്കെ. എല്ലാ വാതിലും തുറന്നിട്ട് നിങ്ങളാണ് പോവാത്തത്. ഒരിക്കലുമല്ലല്ലോ. എവിടെയാണ് പോകാത്തത്? പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കില്ല, ഞങ്ങളുടെ ഇതിൽ നിങ്ങളും മത്സരിക്കരുത് എന്ന് നിലപാടെടുത്ത് അവർ കാത്തിരുന്നു. കോൺഗ്രസ് ആണ് ആ ഓഫർ സ്വീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ BJP-ക്കെതിരായിട്ടുള്ള വലിയ ബദൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പ്രാദേശികമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാനും താല്പര്യങ്ങൾക്ക് വലിയ വില കൊടുക്കാനും കോൺഗ്രസ് നിന്ന് കൊടുക്കാത്തതാണ് ഇത്തരത്തിലുള്ള വാദമുഖങ്ങൾക്ക് തന്നെ വഴി തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ സംഘപരിവാറും RSS-ഉം നരേന്ദ്രമോദിയും ഉയർത്തുന്ന ഈ വലിയ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് കോൺഗ്രസ് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരാൾ മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കണ്ടോ, അവിടെ CPM-ൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും ആയിരക്കണക്കിന് വരുന്ന ആളുകളായിരിക്കും ഈ ഗാന്ധിയോടൊപ്പം കൂടുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധിയാണോ നേതാവെന്ന് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അവ്യക്തത ഉയർത്തുന്നത് ശരി. അല്ല, അക്കാര്യത്തിലൊക്കെ എന്തായാലും ഒരു തീരുമാനം വേണമല്ലോ. 4-ാം തീയതി പത്രികാ സമർപ്പണം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പെങ്കിലും അവസാനത്തെ മണിക്കൂറുകളിലെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ ഷിയാസ്, ശ്രീ വാഴക്കൻ, ശ്രീ NC മോഹനൻ, ശ്രീ മായനാജി, ശ്രീ MT രമേശ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.